കൃപാസനം മാതാവിന് സ്തുതി. എൻ്റെ പേര് അനീന. ഞാൻ ഇലഞ്ഞിയിൽ നിന്ന് വരുന്നു. ഞാൻ ഓസ്ട്രേലിയ മെൽബണിൽ ഒരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ അമ്മയാണ് എനിക്ക് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. 2019 അമ്മ ഉടമ്പടി എടുക്കുന്നത്. 2019 ഞാൻ ഓസ്ട്രേലിയക്ക് പോകുന്നത്. ഡിഗ്രി ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് BSc ഫിസിക്സ് ആയിരുന്നു ഞാൻ ഡിഗ്രി ചെയ്തത്. മാസ്റ്റർ ഓഫ് മെഡിക്കൽ ഫിസിക്സ് എന്ന് പറഞ്ഞ കോഴ്സിനായാണ് ഞാൻ ഓസ്ട്രേലിയയിൽ ചെല്ലുന്നത്. കോഴ്സ് ഒരുവിധം നല്ല പാടായിരുന്നു. പഠിക്കാൻ പാടുണ്ടെങ്കിലും ഒരുവിധം പഠിച്ച് നല്ല രീതിയിൽ വരുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോഴ്സ് പഠിച്ച് അധികം ആർക്കും അവിടെ ജോലി കിട്ടാൻ സാധ്യതയില്ല എന്ന്, എസ്പെഷ്യലി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന്. അപ്പം എൻ്റെ സീനിയേഴ്സായിട്ട് പഠിച്ച പലരും തിരിച്ച് ഒരു ചാൻസും കിട്ടാതെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന അവസ്ഥയായിരുന്നു. ഇതെല്ലാം കേട്ട് ഞാൻ ആകെ ഡെസ്പായി. അപ്പം ഇനി അവിടെ എങ്ങനെ പിടിച്ചു നിൽക്കാം എന്ന് ചിന്തിക്കുമ്പോഴാണ് മാസ്റ്റേഴ്സ് ഇൻ നഴ്സിംഗ് എന്ന കോഴ്സ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. ഓസ്ട്രേലിയയിൽ 2 യൂണിവേഴ്സിറ്റികളിലാണ് എനിക്ക് പഠിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നത്. ഒന്ന് മെൽബൺ യൂണിയും പിന്നെ മൊണാഷ് യൂണിവേഴ്സിറ്റിയും. ഇവിടെ 2ഇടത്തും അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെയേറെ പാടുള്ള കാര്യമാണ്. അപ്പം ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ച് അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മയെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം അമ്മയും അപ്പയും ഇവിടെ വന്ന് 2019 ഇവിടെ ഉടമ്പടി എടുത്തു. ഞാനാണെങ്കിൽ 2 യൂണിവേഴ്സിറ്റികളിലും അപ്ലൈ ചെയ്തു. എനിക്ക് മാതാവിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു, മാതാവ് എനിക്ക് എവിടെയെങ്കിലും എനിക്കൊരു ചാൻസ് തരുമെന്ന്. പക്ഷേ 2ഇടത്തും ആപ്ലിക്കേഷനുകൾ ക്ലോസ്ഡ് ആകുന്ന ഒരു സമയമായതുകൊണ്ട് എനിക്ക് അവരെന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ആദ്യം ഇട്ടത്. അതിനുശേഷം ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ ഇട്ട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് എങ്ങനെയെങ്കിലും എനിക്കൊരു അഡ്മിഷൻ തരണം, എനിക്കിവിടെ നിൽക്കാൻ നമ്മൾ ഒരുപാട് ചെലവ് ചെയ്തിട്ടാണ് നമ്മളിവിടെ വരുന്നത്, അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവുമെന്ന് ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ 2 യൂണിവേഴ്സിറ്റികളിലും ഫോൺ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നു. അവർ പറഞ്ഞു ചാൻസ് ഒന്നുമില്ല. അതിനുശേഷം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ അന്ന് രാവിലെ പള്ളിയിൽ പോയി. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വീട്ടിലിരുന്നപ്പം എനിക്ക് തോന്നിച്ചു ഒരു യൂണിവേഴ്സിറ്റിയിലൊന്ന് പോയി നോക്കാം, എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിലോ, എവിടെയാണ് നമുക്ക് ഭാഗ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അതെൻ്റെ മനസ്സിൽ മാതാവ് തോന്നിച്ചതായിട്ടാണ് എനിക്ക് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, അമ്മ കൊടുത്തുവിട്ട തൈലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനതിൻ്റെ നെറ്റിയിൽ തയ്ച്ചു, കാശുരൂപം കൈ മുറുകെ പിടിച്ചിട്ട് ഞാൻ യൂണിവേഴ്സിറ്റി പോയി. അപ്പം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏക്കർ കണക്കിന് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ പോകുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ എന്നെ വഴി നടത്ത്, ഞാൻ പൊക്കോളാം. ഞാൻ അവിടെ ചെന്നു. എനിക്ക് എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ നേരെ പോയി നിൽക്കുന്നത് ഫാക്കൽറ്റി ഓഫ് നഴ്സിംഗിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുന്നിലാണ്. മാതാവിൻ്റെ അത്ഭുതം, മാതാവ് എന്നെ അവിടെ കൊണ്ടുവന്നു. ഞാൻ അവിടുത്തെ ആൾക്കാരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ കുറേ ഫോൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു, അവളുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ടുണ്ട്, പക്ഷേ നമുക്കിപ്പോൾ ചാൻസ് കുറവാണ്, ഈ സെമസ്റ്ററിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ചാൻസ് കുറവാണ്, എനിക്ക് ഈ സെമസ്റ്ററിൽ തന്നെ കിട്ടിയില്ല, നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടതായി വരും. അപ്പം ഞാൻ വളരെ വിഷമത്തോടെ അവിടുന്ന് ഞാൻ പോന്നു. ഞാൻ അമ്മേനെ വിളിച്ച് ഒരുപാട് നേരം കരഞ്ഞു. അപ്പം അമ്മയും അപ്പയും ഇവിടെ കൃപാസനത്തിൽ വന്ന സമയമായിരുന്നു. അവരിവിടെ ഇരുന്ന് കുറേ നേരം കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നു. എന്നാലും ഞാൻ എൻ്റെ ഉള്ളിലെ പ്രതീക്ഷ ഞാൻ കൈവിട്ടില്ല. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. 2 ദിവസത്തിനുള്ളിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് കോള് വന്നു. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു സീറ്റ് വേക്കൻ്റ് ഉണ്ട്, അഡ്മിഷന് വേണ്ടി ഫീ നാളെ അടച്ചാൽ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. എൻ്റെ മാതാവാണ് എനിക്ക് ആ അഡ്മിഷൻ നേടിത്തന്നത്. മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് ഉത്തരമുണ്ടാകുന്ന മാതാവ് എന്നെ പഠിപ്പിച്ചു. ആ സംഭവത്തോടു കൂടി മാതാവിൽ എനിക്കുള്ള വിശ്വാസം 10 മടങ്ങ് വർദ്ധിക്കുകയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അപ്പയ്ക്ക് ഉണ്ടായ ഒരു അനുഭവം കൂടെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുക. എൻ്റെ അപ്പയ്ക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല, അപ്പയ്ക്ക് വല്ലാത്ത നടുവേദന അപ്പേനെ ബുദ്ധിമുട്ടിച്ചു. കുറച്ചധികം ദിവസങ്ങളായിട്ട് അപ്പയ്ക്ക് വല്ലാത്ത നടുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പോയി. അവർ കൂടുതലൊന്നും മരുന്നുകളൊക്കെ കൊടുത്തു, പക്ഷെ അതുകൊണ്ട് വ്യത്യാസമൊന്നും ഉണ്ടായില്ല. അതിനുശേഷം ചേർത്തലയിൽ ഒരു വൈദ്യനെ കാണാൻ അവർ വന്നു. അപ്പോൾ കോവിഡ് ഉണ്ടായിരുന്ന സമയമായിരുന്നു. അപ്പയും അമ്മയും കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പ ഡ്രൈവിംഗ് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്, പക്ഷെ അന്ന് അപ്പയ്ക്ക് വണ്ടി ഓടിക്കാൻ സാധിച്ചില്ല. അപ്പേനെ ഡ്രൈവറും അതുപോലെ അമ്മയും താങ്ങി കൃപാസനത്തിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിന്ന് പ്രാർത്ഥിച്ചു. വീട്ടിൽ ചെന്ന് മരുന്നൊന്നും എടുത്തില്ല. അതിനു മുന്നേ അപ്പയ്ക്ക് ഏകദേശം അരമണിക്കൂറോളം കാലിൽ എന്തോ ഷോക്ക് അടിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടായെന്നാണ് അപ്പ പറഞ്ഞത്. അതിനുശേഷം അപ്പയ്ക്ക് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. നടുവേദന പാടെ അമ്മ മാതാവ് മാറ്റിക്കൊടുത്തു. ഇത് ഞങ്ങൾക്ക് ഒരുപാട് വിശ്വാസം വരുത്താൻ ഈ 2 സംഭവങ്ങൾ ഇവിടെയാക്കി. ഇത് മാത്രമല്ല, ഒരുപാട് അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനെല്ലാം മാതാവിനോട് നന്ദി പറയുന്നു. ഒപ്പം എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായി
കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ എല്ലാ മാസവും വന്ന് പത്രം മേടിച്ച് വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനും എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ അവിടെ കാരുണ്യ പ്രവർത്തികൾ, ഇപ്പോൾ അവിടെയൊക്കെയാണ് ഒരുപാട് പേര് ഭക്ഷണം കിട്ടാതെ ഉണ്ട്. അപ്പോൾ വഴിയിലൊക്കെ ഇരിക്കുന്നവർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മ മാതാവിന് നന്ദി, എന്നെയും എൻ്റെ കുടുംബത്തെയും എന്നും കാത്തു സൂക്ഷിക്കുന്നതിന്.